ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂപ്പറായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കും കൂടെയാണിത്. ഉള്ളില്ലാത്ത മുടിക്കൊക്കെ ഉള്ളു തോന്നിക്കാനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിഞ്ഞു പോയ ഓരോ ഭാഗത്തും പുതിയ മുടികൾ പെട്ടെന്ന് തന്നെ വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നമ്മുടെ ഹെയർ റീഗ്രോത്തിനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് മുടി കൊഴിഞ്ഞിട്ട് കുറേ കാലങ്ങളായിട്ട് അത് എവിടെയൊന്നും മുടി തിരിച്ച് വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ചെമ്പരത്തിപ്പൂവൊക്കെ അതിൻ്റെ ഇതള് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ടിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുവിധം ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ചുവന്ന ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കണമെന്ന്. നമ്മൾ ഹെയർ കെയറിലൊക്കെ അധികവും ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് എടുക്കുന്നത്. എല്ലാത്തിനും ഒരേ ഗുണങ്ങളാണെങ്കിലും ചുവന്ന ചെമ്പരത്തിപ്പൂവ് കുറച്ചും കൂടെ എഫക്റ്റീവാണ്. അതുകൊണ്ട് അത് കിട്ടുമെങ്കിൽ അത് എടുക്കുക. ഇനി അത് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് വേണ്ടത് അലോവേരയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇതിലേക്ക് യൂസ് ചെയ്യരുത്. അപ്പം ഇത്രയും അലോവേര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും നീളം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അലോവേര. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂവും അലോവേരയുടെ ജെല്ലും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. മുടിക്ക് കറുപ്പ് കളർ കുറവുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ചെമ്പരത്തിപ്പൂവ് യൂസ് ചെയ്യുന്നത് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നരയ്ക്കാതിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് നമ്മുടെ ഹെയറൊക്കെ പുതിയതായിട്ട് വളർന്നു വരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. റോസ്മേരി ഒരുവിധം എല്ലാവരും മുടി കൊഴിച്ചിലൊക്കെ മാറാനും പുതിയ മുടികൾ വളരാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചധികം പോപ്പുലർ ആയിട്ടുള്ളതാണ്. നമ്മുടെ ഫോറിനേഴ്സൊക്കെ കുറച്ചും കൂടെ ഹെയർ കെയറിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള റോസ്മേരി ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു റോസ്മേരി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനായിട്ടും കിട്ടും. നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് എന്ത് ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ റോസ്മേരി വെച്ചിട്ടുള്ള ഹെയർ പാക്കോ അല്ലെങ്കിൽ ഹെയർ ടോണറോ ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ റോസ്മേരി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാക്കിൽ നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ ഇത്രയും അളവിൽ റോസ്മേരി എടുത്താൽ മതി. കുറച്ച് എടുത്താലും ഭയങ്കര ഗുണമാണ് ഇതിന്. അപ്പോൾ കുറഞ്ഞ അളവിൽ എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും റോസ്മേരി ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ റോസ്മേരിയുടെ ഗുണം അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം തണുത്തിട്ട് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കൊക്കെ ചൂടൊക്കെ മാറിയിട്ട് തണുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. പിന്നെ നിങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ടും യൂസ് ചെയ്യാം. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുടിയിൽ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ തേച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ മുടിയിലേക്കും സ്കാൽപ്പിലേക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. താരന ഇല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു പാക്കൊക്കെ നന്നായിട്ട് തന്നെ കഴുകി കളയണം. ഇതിൻ്റെ ഒരു വേസ്റ്റൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ ഇരുന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ ചിലർക്ക് താരന ഉണ്ടാവാറുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇത് കഴുകി കളയേണ്ടത്. അപ്പം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഒന്നിടവിട്ട് ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്